നമസ്കാരം. ട്രെൻഡിംഗ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആരോഗ്യ മേഖലയിലെ അപര്യാപ്തതകൾക്ക് മേൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വീണ്ടും കെടുകാര്യസ്ഥത. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയോധികന്റെ തലയിൽ ചക്ക വീണ അപകടം. ഓമലൂർ സ്വദേശി ഗംഗാധരൻ നായർക്ക് പരിക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് RPF. കേസിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിൽ. മന്ത്രിയുടേത് അഭിനയം മാത്രമാണെന്നും MP ഗോവിന്ദനെതിരെ കേസ് കൊടുക്കണമെന്നും VD സതീശൻ. ആരോഗ്യമന്ത്രിയാണ് ഇങ്ങോട്ട് ആക്രോശിച്ചതെന്ന് സണ്ണി ജോസഫ്. വീണ ജോർജിനെ KSU ആക്രമിച്ചെന്നാരോപിച്ച CPMന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. വലിയങ്ങാടിയിലെ ദുരന്തത്തിന് പിന്നാലെ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. എഞ്ചിനീയർമാരുടെ സംഘം ഇതുവരെ പരിശോധിച്ചത് 12 കെട്ടിടങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്ര നേട്ടം പിന്നിടുന്ന ലോകത്തിലെ ആദ്യ നേതാവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തള്ളി നേട്ടം. എറണാകുളം മൂവാറ്റുപുഴ പള്ളിത്താഴത്ത് സ്കൂട്ടർ അപകടത്തിൽ 2 മരണം. മരിച്ചത് കർണാടക സ്വദേശികൾ. അപകടം നടന്നത് പുലർച്ചെ 1 മണിക്ക്. പാലാരിവട്ടത്ത് വാഹനാപകടത്തിൽ 1 മരണം. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ സിംബാബ്വെ പോരാട്ടം. ആദ്യ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യക്ക് ഇന്നത്തെ ജയം അനിവാര്യം. വിജയം നേടിയാൽ സെമി സാധ്യത നിലനിർത്താം. സഞ്ജു സാംസൺ ഇറങ്ങുമോ എന്നതിൽ ആകാംക്ഷ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വയോധികനായ രോഗിയുടെ തലയിൽ ചക്ക വീണ പരിക്ക്. ഓമലൂർ സ്വദേശിയായ ഗംഗാധരൻ നായർക്കാണ് പരിക്കേറ്റത്. അടുത്തുണ്ടായിരുന്നവർ ചേർന്ന് അദ്ദേഹത്തെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തലയിലും കാലിലും പരിക്കുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് മന്ത്രിയുടെ ജില്ലയിലെ പ്രധാന ആശുപത്രിയിൽ കെടുകാര്യസ്ഥതയുടെ മറ്റൊരു ഉദാഹരണം കൂടി സംഭവിക്കുന്നത്. വിവരങ്ങളുമായി അഭിജിത്ത് ജെയിൻ കൂടെ ചേരുന്നുണ്ട്. അഭിജിത്ത്, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? നിലവിൽ ഈ വയോധികന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അഭിജിത്ത്, വലിയൊരു കെടുകാര്യസ്ഥത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് ഈ വയോധികന്റെ ആരോഗ്യസ്ഥിതി? പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആശുപത്രിയിലെത്തിയ ആളുടെ തലയിലാണ് ചക്ക വീഴുന്നത്. ജനറൽ ആശുപത്രി പരിസരത്താണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:15 ഉണ്ടാകുന്നത്. ഓമല്ലൂർ സ്വദേശി ഗംഗാധരൻ നായർ എന്ന് പറയുന്ന ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗി കൂടിയായിട്ടുള്ള വയോധികനാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. 78 വയസ്സാണ്. അത്യാഹിത വിഭാഗത്തിന് മുൻപിലുള്ള ചാവിൽ നിന്ന് ചക്ക അടർന്നു വീഴുകയായിരുന്നു. പിന്നീട് ഈ ചക്ക വീണതോടുകൂടി ഇയാൾ ബോധരഹിതനാവുകയായിരുന്നു ഈ വയോധികൻ. പിന്നീട് ഈ അത്യാഹിത വിഭാഗത്തിലെ ആ ബ്ലോക്കിൽ തന്നെ ഇദ്ദേഹത്തിന് ചികിത്സ നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗംഗാധരൻ നായർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ വരികയായിരുന്നു ഇദ്ദേഹത്താണ് ഈ ചക്ക വീഴുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ പ്രതിഷേധവും മറ്റുമൊക്കെ തന്നെ ഇന്ന് രാവിലെ നടന്നു. യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക ചക്ക അത് മാവിൽ കെട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധം
നടത്തുകയും ചെയ്തത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി സൂപ്രണ്ട് എം ഷാനി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. രോഗിക്ക് മതിയായ ചികിത്സ ഉടൻ തന്നെ നൽകി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചാണ് മതിയായ ചികിത്സ നൽകിയത്. മാത്രമല്ല, ആശുപത്രി കോമ്പൗണ്ടിലെ അപകടകരമായിട്ടുള്ള മരങ്ങൾ വെട്ടാൻ സോഷ്യൽ ഫോറസ്ട്രിക്ക് അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം മുതലാണ് ആ പ്ലാവിൽ ചക്ക ഉണ്ടാകാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ഒരു പ്രതികരണം. അങ്ങനത്തെ ഒരു പ്രതികരണമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഗുരുതരമായ ശരി, അഭിജിത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി പി മോഹൻരാജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി മോഹൻരാജ്, ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയാണ് പത്തനംതിട്ട. പലപ്പോഴും ഇവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമുക്കറിയാം. പത്തനംതിട്ട ജനറൽ ആശുപത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോഴഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രി ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ അവിടെയുള്ള പര്യാപ്തതകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. രോഗികൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. സ്വന്തം ജില്ലയിലെ ആശുപത്രിയുടെ സ്ഥിതിയൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോഴിതാ ചക്ക വീണ ഒരു വയോധികന് പരിക്കേറ്റിരിക്കുകയാണ്. അതും OP ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാധാരണക്കാരനാണ് സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി കുറച്ചും കൂടി അല്ലെങ്കിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതല്ല. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ തിരിച്ച് ആക്രോശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മന്ത്രിയെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അത് കൃത്യമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും കൃത്യമായിട്ട് നടത്തേണ്ടത്, അതിന് ഉത്തരവാദിത്തം കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മള് ചക്ക വീണ് മുയല് ചത്തു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ OP ടിക്കറ്റിന് ക്യൂ നിന്ന ഒരു രോഗിയുടെ തലയ്ക്ക് ചക്ക വീണ് പരിക്കേറ്റിരിക്കുകയാണ്. ആ രോഗി ഇപ്പോ അവിടെ പേവാർഡിൽ ട്രീറ്റ്മെന്റിലാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഹോസ്പിറ്റലിലാണ് ഇത് നടന്നതെന്ന് ഓർക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പറയുന്നുണ്ട്, ആ ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ നടത്തിയിട്ടല്ല ഉദ്ഘാടനം നടക്കുന്നത് എന്ന്. ചക്ക വീണ് ഒരു രോഗിക്ക് അപകടം വരത്തക്ക തരത്തിലേക്ക് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തൊരു ദൗർഭാഗ്യകരമാണ്. നാളെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയുടെ സുരക്ഷിതത്വം തന്നെ എന്താണ്? മന്ത്രി പങ്കെടുക്കുന്ന യോഗമാണ്. മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ, ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന യോഗം, അവിടെ ചക്ക വീണ് ഒരു രോഗിക്ക് അപകടമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആരോഗ്യ മേഖലയെ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന്. ഇന്നലെ 2-3 KSUക്കാർ മുദ്രാവാക്യം വിളിച്ചപ്പോഴത്തേക്ക് അവിടെ MRI സ്കാൻ എടുക്കാനും അവിടെ ICU കിടക്കാനും വെന്റിലേറ്ററിൽ കയറാനും ഒക്കെ ആലോചിച്ച് ഒരു ശ്രമം നടത്തുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നടക്കേണ്ടുന്ന ഒരു ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ സ്ഥലത്ത് ചക്ക അത് തലയിൽ വീഴാൻ പാകത്തിലേക്ക് രോഗികൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊരു ദൗർഭാഗ്യകരമായ ആരോഗ്യ മേഖലയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അതും സ്വന്തം നിയോജക മണ്ഡല ആസ്ഥാനത്ത്. നാണക്കേടാണ്, നാടിനോടെ നാണക്കേടായിരിക്കുക. അതെ, നമുക്കറിയാം പത്തനംതിട്ടയിലെ ഒരു ആരോഗ്യ മേഖലയുടെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ആരോഗ്യമന്ത്രി പലപ്പോഴും തൻ്റെ ജില്ലയെ അവഗണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. കൊട്ടിഘോഷിച്ചൊക്കെ കോന്നി മെഡിക്കൽ കോളേജൊക്കെ തുറന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടുത്തെ ഒരു അവസ്ഥയൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അവിടെ പരിക്ക് പറ്റി കൈക്ക് കമ്പിയിടാൻ ചെന്ന ഒരു രോഗിയുടെ കൈ വളഞ്ഞിരിക്കുക. ഇടത്ത് കൈക്ക് പരിക്കുമായിട്ട് ചെന്ന ഒരു പ്രിയപ്പെട്ട ഒരു നമ്മുടെ ബാലിക, അതിന്റെ വലത്തെ കൈ മുറിച്ചു മാറ്റിയ കേരളമാണ്. എന്ത് ആരോഗ്യമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതുകൂടെ. ആരോഗ്യ മേഖല ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നാണക്കേടാണ്. പുറം രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലൊക്കെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചൊക്കെ തന്നെ വാദോരാതെ പറയുന്ന ഒരു സർക്കാരൊക്കെയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ, അത് ആരോഗ്യമന്ത്രി ഒരു കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്വവും അതേപോലെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഒന്നും തന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതാണ്. അല്ല, ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെയാണ്. നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ചക്ക വീണ ഒരു രോഗിക്ക് അപകടം വരിക എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ളതാണോ? ഈ മേഖലയെക്കുറിച്ച്, ആരോഗ്യ മേഖലയെക്കുറിച്ച് നമുക്ക് എങ്ങനെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റും? അപമാന ഭാരത്താൽ
ഈ മന്ത്രി കാരണം അപമാന ഭാരത്താൽ കേരളത്തിലെ ആരോഗ്യ മേഖല ലോകത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നന്ദിയുണ്ട് ശ്രീ പി മോഹൻരാജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നാണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായതൊക്കെ തന്നെയും വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രധാനമായിട്ടും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പലപ്പോഴും ഒരു അപകടം ഉണ്ടാകുക അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഒരു ചികിത്സാ പിഴവ് റിപ്പോർട്ട് ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രി ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, പരിശോധിക്കാം, പരിഹരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ചെറിയ തകരാറാണ് മുതലായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അവിടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അത് മാത്രമാണ് പലപ്പോഴും ഉണ്ടാകാതെ പോകുന്നത്. ഇന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കെ ഒരു രോഗിയുടെ തലയിൽ ചക്ക വീഴുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ OPയിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ട് സുരക്ഷയെക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും ഇപ്പോൾ പൊതുപ്രവർത്തകൻ ശ്രീ AK സാദിഖ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ AK സാദിഖ്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വയോധികന്റെ തലയിൽ ചക്ക വീഴുന്നത്. പ്രധാനമായിട്ടും നാളെയൊക്കെ തന്നെ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതിൻ്റെ പുതിയ ബിൽഡിംഗ് ഒക്കെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം നാളെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം വളരെ അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ്. രോഗികളുടെ സുരക്ഷ അടക്കമാണ് ഇവിടെ ചോദ്യചിഹ്നമാകുന്നത്. ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ അനാസ്ഥകളെ കുറിച്ചും അതുപോലെ നിരുത്തരവാദപരമായ നിലപാടുകളെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്ത് കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഇത് നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്ന ജനങ്ങൾക്ക് പോലും ഇത്തരത്തിൽ മടുപ്പുണ്ടായിട്ടും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഓരോ ഇക്കാര്യത്തിൽ ഒരൽപ്പം പോലും ആകുലതയില്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. പണ്ട് നമ്മൾ ചെറിയ പ്രായങ്ങളിലൊക്കെ പഠിക്കുകയും കേൾക്കുകയും ചെയ്ത ഒരു വാചകമുണ്ട്, ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് വിചാരിച്ച് എല്ലാ ചക്ക വീഴുമ്പോഴും മുയൽ ചാവുകയില്ല എന്ന്. ഇവിടെ ഈ ചക്ക വീണ് ഈ രോഗിയുടെ ഭാഗ്യം കൊണ്ട് മരിച്ചില്ല. ഇല്ലായിരുന്നുവെങ്കിൽ പുതിയ ഒരു ശൈലി കേരളത്തിൽ വന്നേന്. ചക്ക വീണ് രോഗി ചത്തു. ദൗർഭാഗ്യം ആകുമായിരുന്നു. അത് സംഭവിക്കാതിരുന്നതിന് ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. അവിടുത്തെ സൂപ്രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതായി നമ്മൾ കേട്ട ഒരു വരി കേട്ടപ്പോൾ ചിരി വന്നുപോയി. ആ ചക്ക ഈ വർഷം അതോ കഴിഞ്ഞ വർഷം തൊട്ടെങ്ങാണ്ടാണ് അതിൽ ചക്ക പിടിച്ച് കായ്ക്കാൻ തുടങ്ങിയത്. അതായത് ചക്ക പിടിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ചക്ക പിടിച്ചതാണ് കുഴപ്പം. ഈ തെരുവ് നായുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി തെരുവ് നായ്ക്കളെ വന്ധ്യീകരിക്കും എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ഇനി ഈ സർക്കാർ ആശുപത്രിയിൽ നിൽക്കുന്ന ഈ മരങ്ങളിൽ പ്ലാവിൽ നിന്നൊന്നും ചക്ക വീഴാതിരിക്കാൻ ഈ പ്ലാവിനെയും കാ പിടിക്കാതെ വന്ധ്യീകരിക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ആരോഗ്യ വകുപ്പ് ഒന്ന് പഠിച്ചാൽ കൊള്ളാം. ഈ ഡോക്ടർമാർക്കും സൂപ്രണ്ടന്മാർക്കും ഒക്കെ ഈ ന്യായീകരണം AKB സെന്ററിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ന്യായീകരണ തൊഴിലാളികൾക്കും കിട്ടാറുണ്ട്. അവരത് ഉപയോഗിക്കാറുണ്ട്. ഈ സർക്കാർ ചെലവിൽ ഈ സർക്കാരിന്റെ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും സൂപ്രണ്ടന്മാർക്കുമൊക്കെ ഈ ക്യാപ്സൂൾ കൊടുക്കാറുണ്ടോ എന്നാണ് എന്റെ സംശയം. ഇല്ലെങ്കിൽ ആ സൂപ്രണ്ട് എന്തിനാ ആ കാര്യം പറയേണ്ടുന്നത്? ഇവിടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പല വിഭാഗങ്ങളുടെയും പേരുകൾ അവിടെ എഴുതി വെക്കും. അപകടമുണ്ടായി അത്യാഹിത വിഭാഗം എന്ന നിലയിൽ കാഷ്വാലിറ്റി എന്ന് ഇംഗ്ലീഷിലും അത്യാഹിത വിഭാഗം എന്ന് മലയാളത്തിലും എഴുതി വെക്കും. ഇവിടെ അത്യാഹിതം ഉണ്ടാകുന്നവരെ കൊണ്ടുവന്ന് ചികിത്സിക്കാനുള്ള അത്യാഹിത വിഭാഗം ഇപ്പോൾ അവിടെ വന്നു നിന്നാൽ അത്യാഹിതം ഉണ്ടാകും. അത്യാഹിത വിഭാഗം എന്ന് ബോർഡ് കണ്ടാൽ മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. അത്യാഹിത വിഭാഗത്തിന്റെ തൊട്ടടുത്ത് നിന്ന് മരത്തിൽ നിന്നാണ് ഈ ചക്ക വീണതെന്ന് 78 വയസ്സുള്ളതും ഒരു മുൻ സർക്കാർ പെൻഷനറും ജീവനക്കാരനും ഇപ്പോൾ പെൻഷനറുമായി അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഞാൻ മരുന്ന് വാങ്ങിയതിന്റെ ബില്ല് സൈൻ ചെയ്ത് റീഇംബേഴ്സ്മെന്റിനായിരിക്കാം ആ ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് എന്റെ തലയിൽ ഇത് വീണത്. തലയിൽ വീണു. 2 കൈകൾക്കും 2 കാലിന്റെ മുട്ടുകൾക്കും ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷെ ഒരു ഗുണം ചെയ്തു, ഡിസ്ചാർജ് ചെയ്ത് അവിടുന്ന് പറഞ്ഞു വിടാതെ അവിടെ തന്നെ പിടിച്ച് കിടത്തി.
എന്നിട്ട് ഇന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ നടന്ന 2 സംഭവങ്ങൾ തമ്മിൽ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ചക്ക വീണ ആള് അവിടെ കാഷ്വാലിറ്റിയിലെ ഒരു സാധാരണ ബെഞ്ചിനകത്ത് കിടത്തിയിട്ടുണ്ട്, ഇന്നിപ്പം പറഞ്ഞും വിടും. പക്ഷേ കരിങ്കൊടി കണ്ട് പേടിച്ച ആരോഗ്യവകുപ്പ് മന്ത്രിയെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചികിത്സാവാദമാണ്. ഒരു തുണി കണ്ടപ്പോൾ തന്നെ മന്ത്രിക്ക് പേടിയായി പോയിരിക്കും. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ ഈ സ്വന്തം ജില്ലയിലെ ആ ആശുപത്രിയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, നാളെ അവിടെ മാവണി പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി അതിന്റെ ഏതോ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്നാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ കുറച്ചുകൂടി ഈ സുരക്ഷ എന്നുള്ള നിലയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ. ഇപ്പോൾ ഒരാളുടെ തലയിൽ ചക്ക വീണപ്പോൾ സൂപ്രണ്ടിന് ജാഗ്രത വന്നു. സൂപ്രണ്ട് വനം വകുപ്പിന് എഴുതിയിട്ടുണ്ട് ഇനി മരം മുറിക്കാനുള്ള അനുവാദം. ഇനി ആ ഫയല് പോയി ഒപ്പിട്ട് വരുമ്പോഴത്തേക്ക് ഈ വർഷത്തെ ചക്കയൊക്കെ താഴെ വീണ് കഴിഞ്ഞിരിക്കും. ഇനി അടുത്ത വർഷം ചക്ക പിടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗം കൂടി കണ്ടെത്താനായിട്ടൊക്കെ നമുക്കിത് പരിഹസിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ ആരോഗ്യ മേഖലയിൽ നിന്ന് കേട്ടൊരു വാക്കെന്താ, കാലിന്റെ മുട്ടിന് ചികിത്സിക്കാൻ പോയ തൃശ്ശൂർക്കാരൻ സനൂപ് എന്ന് പറയുന്ന ആട്ടോ ഡ്രൈവറുടെ 2 കൃഷ്ണമണികൾ പോയി. അയാൾക്ക് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ കണ്ണുകൾ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ കേസ് കൊടുത്തു. അവർക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ഉത്തരവിട്ടിട്ട് അത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ആ പരാതി കൊടുത്തതിന് അതിന്റെ ബന്ധപ്പെട്ട സൂപ്രണ്ട് ഡോക്ടർ അവരോട് തട്ടിക്കയറിയിട്ട് പറഞ്ഞു, അയാൾ ക്യാൻസർ പേഷ്യന്റ് ആണ്, അയാള് 1.5 കൊല്ലം കൂടി മാത്രം ജീവിച്ചിരിക്കുന്ന ഒരാൾ എന്തിന് കേസ് പറഞ്ഞ് മെനക്കെടാൻ പോകണമെന്ന് ആലോചിച്ച് നോക്കൂ. 1.5 വർഷം ജീവിക്കുകയോ 2 വർഷം ജീവിക്കുകയോ എന്ന് ഇദ്ദേഹമാണോ തീരുമാനിക്കേണ്ടത്? അത് ദൈവം തമ്പുരാനാണ് നിശ്ചയിക്കുന്നത്. അപ്പോ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ധാർഷ്ട്യം അതിലെ പല ഡോക്ടർമാർക്കും ഉത്തരവാദിത്തപ്പെട്ട സൂപ്രണ്ടന്മാർക്കും ഒക്കെ ഉണ്ടാകുന്നു. നമ്മൾ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥകളെയും വീഴ്ചകളെയും കുറിച്ച് പറയാൻ പോയാൽ ഈ ന്യൂസ് ബുള്ളറ്റിൻ ഒന്നും മതിയാകില്ല. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്രയും കേരളം ഉണ്ടായ 1957 ആദ്യ സർക്കാർ മുതൽ EMS സർക്കാർ മുതൽ ഇപ്പോൾ വരെയുള്ള ഈ നമ്മളുടെ എല്ലാ ഗവൺമെന്റുകളെയും മാറി മാറി വന്ന ഗവൺമെന്റുകൾ നോക്കിയാൽ ആരോഗ്യ മേഖലയിൽ ഇത്രയധികം അനാസ്ഥയും പിടിപ്പുകേടും ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടം വേറെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ മന്ത്രിക്ക് ചെറിയ ഒരു കഴുത്ത് വേദന വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതുമായി കൂട്ടി വായിക്കണം. അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രിക്ക് മൊബൈൽ ഫോണിൽ മുഖ്യമന്ത്രിയുടെ ഫോൺ കണക്ട് ചെയ്ത് സ്പീക്കർ കൊടുക്കുമ്പോൾ വയ്യാതിരിക്കുന്ന മന്ത്രി ചാടി എഴുന്നേക്കുകയാണ്. ഈ പോലീസുകാര് സല്യൂട്ട് ചെയ്യാൻ മേലുദ്യോഗസ്ഥരെ കാണുന്നു. എത്ര ഭയഭക്തി, ബഹുമാനം. അപ്പൊ ആ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി എന്ന 9 വയസ്സുകാരിയുടെ അമ്മ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം കണ്ടു. ഒരു കൊതുക് കടിയുടെ വേദന വന്നപ്പോൾ മന്ത്രിക്ക് സഹിക്കുന്നില്ലെങ്കിൽ എന്റെ മകൾ അനുഭവിച്ച വേദന എന്തായിരിക്കും എന്ന് ആലോചിക്കണം. ഹർഷീന എന്ന കത്രിക വയറ്റിൽ ഇട്ടുകൊണ്ട് 5 വർഷം നടന്ന ആ സ്ത്രീയും ഇതേ രീതിയിൽ അവരുടെ വേദന പങ്കുവെച്ചിട്ടുണ്ട്. ഒരുപാട് വനിതാ മന്ത്രി സ്ത്രീയോട് പരാക്രമം പാടില്ല എന്നൊക്കെയാണ് ഇവിടെ ഇപ്പോൾ മന്ത്രിക്ക് വേണ്ടി ന്യായീകരിക്കുന്നത്. ഇത്തരം പാവപ്പെട്ടവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല. ഇതേ കണ്ണൂരിൽ അവിടുത്തെ MP ജയരാജൻ എന്ന നേതാവ്, മുൻ MLA, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കും കൂടി കേട്ടാൽ ചിരി വരും. കണ്ണൂർ ജില്ലയിലെ ആശുപത്രിയിലെ പ്രസവ വാർഡ് കണ്ടിട്ട് പ്രസവം നിർത്തിയ സ്ത്രീകളൊക്കെ ഇനിയും പ്രസവിക്കാനായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തു തരണമെന്ന് തള്ളുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അതിന് ഒരു പരിധി വേണ്ടേ? ഏതിനും ഒരു ഇത് വേണ്ടേ? അപ്പോ അങ്ങ് വാഴ്ത്തി പാടി മന്ത്രിയെ പുകഴ്ത്തി അങ്ങ് കൊണ്ടുപോയിട്ട് ഈ വകുപ്പിൽ നടക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്വന്തം ജില്ലയിൽ ഓമല്ലൂരിൽ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ തന്നെയാണ്
ഇനിയിപ്പോ നമുക്ക് ഒന്നുകൂടെ അറിയേണ്ടതായിട്ടുള്ളൂ. ഈ കാരണത്താൽ ഇനി മന്ത്രി നാളെ ഇവിടെ ഉദ്ഘാടനത്തിന് മന്ത്രിയും വരേണ്ടതാണ് മുഖ്യമന്ത്രിക്കൊപ്പം. അത്യാസന്ന നിലയിലൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനി ഈ വരുമോ ജോഷി വരുമോ എന്നൊക്കെ ചോദിച്ചത് കണക്ക് മന്ത്രി വരുമോ എന്നുള്ള ചോദ്യമൊക്കെ ട്രോളുകളായി വരുന്നുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ പാവപ്പെട്ട സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ജീവനക്കാരുടെ ഭാഗത്ത് നിന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത്യാഹിത വിഭാഗമായാലും ഏത് വിഭാഗമായാലും ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ അവിടെ സൗജന്യ ചികിത്സ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. BPL-കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് റേറ്റ് കുറവുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അങ്ങ് അമേരിക്കയിൽ നിന്നൊക്കെ 1.5 ലക്ഷം രൂപ ചെലവാക്കി 2 പല്ലെടുക്കാനൊക്കെ ഇവിടെ ആളുകൾ വന്നു എന്നൊക്കെ തള്ളുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഡോക്ടർമാർ മുഴുവൻ സമരത്തിലാണ്, PG വിദ്യാർത്ഥികൾ സമരത്തിലാണ്, ഹൗസ് സർജന്മാർ സമരത്തിലാണ്, നഴ്സുമാർ സമരത്തിലാണ്. കോന്നി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിലെ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ് അവർ സമരത്തിലാണ്. അതുകൊണ്ട് സാർവത്രികമായി ആരോഗ്യ രംഗത്തിന് അടിയന്തരമായി ആരോഗ്യ മേഖലയാണ് വെന്റിലേറ്ററിൽ. ആരോഗ്യമന്ത്രി ICUവിൽ വെറുതെ കയറി കിടന്നതാണ്. അതുകൊണ്ട് ഈ ആരോഗ്യ മേഖലയെ ICUവിൽ നിന്നും അടിയന്തരമായി ചികിത്സിച്ച് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് മലയാളികളുടെ മുഴുവൻ ആഗ്രഹം. ശരി, വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് സാധിക്കാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ കേരളമാണോ വെന്റിലേറ്റർ എന്നുള്ളൊരു കാര്യം അത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖല എവിടുമേ ഇല്ലാത്ത അല്ലെങ്കിൽ മികച്ചൊരു ആരോഗ്യ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നൊരു കേരളമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നമുക്ക് എവിടും കാണാൻ സാധിക്കുന്നില്ല. നിലവിലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നാകുന്ന പെരുമാറ്റമൊക്കെ തന്നെ അവക്കുമായിട്ടുള്ള ഒരു പെരുമാറ്റം മന്ത്രിമാരുടെ ഭാഗത്തു ഒക്കെ തന്നെ ഉണ്ടാകാൻ നമ്മൾ ഇന്നലെ കണ്ടതാണ്. തട്ടിക്കയറുന്ന പ്രതിഷേധം, തനിക്ക് നേരെ വന്ന പ്രതിഷേധക്കാർക്ക് നേരെ കയർക്കുന്ന ഒരു മന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ തന്നെയും ചോദ്യം ആകുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ദുരവസ്ഥ തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് RPF. പ്രതിഷേധത്തിന് പിന്നാലെ RPF റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് RPF വ്യക്തമാക്കുന്നത്. അതേസമയം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ചില CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അതിനിടെ ആരോഗ്യമന്ത്രിയുടേത് വെറും അഭിനയം മാത്രമാണെന്നും MV ഗോവിന്ദനെതിരെ കേസ് എടുക്കണമെന്നും VD സതീശൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ പോലീസ് RPF-നോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്ന ക്രമസമാധാന പ്രശ്നമായതിനാൽ റെയിൽവേ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. സംഭവത്തിൽ രാത്രിയോടെ കണ്ണൂർ റെയിൽവേ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ വീണ ജോർജിന്റെ കഴുത്തിനു പരിക്കുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വീണ ജോർജിന്റെ കഴുത്തിനേറ്റ ക്ഷതം സാരമുള്ളതല്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിക്കുന്നുണ്ട്. കഴുത്തിന് ക്ഷതമേറ്റതിനാൽ അവരുടെ കൈക്ക് മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. വീണ ജോർജ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കണ്ണൂരിൽ പലയിടത്തും മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നിരുന്നു. ആദ്യം കല്യാടുള്ള ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനുശേഷം പെരിങ്ങോത്ത് വെച്ചും മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി. ഇതിനുശേഷം കണ്ണൂർ നഗരത്തിലെത്തിയ മന്ത്രിയുടെ വാഹനം തടഞ്ഞ് യൂത്ത് ലീഗും പ്രതിഷേധിച്ചിരുന്നു. അതേസമയം വീണ ജോർജിനെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട വധശ്രമ കേസിൽ പിടിയിലായ 5 KSU പ്രവർത്തകർ റിമാൻഡിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അഹമ്മദ് യാസിൻ, CH മുബാസ്, VV അക്ഷയ്, മിഥുൽ ബാലൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കൊല്ലട എന്ന് ആക്രോശിച്ച് ആയുധം കൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു. AKG ആശുപത്രിക്ക് മുന്നിൽ വെച്ച് കരിങ്കൊടി കാണിച്ച 6 യൂത്ത് ലീഗ് പ്രവർത്തകരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ വാഹനത്തിന് മുന്നിലെ ഫ്ളാഗ് പോസ്റ്റ് നശിപ്പിച്ചതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK ഷിനോജ്, ട്രഷറർ ഷബീർ എടയന്നൂർ, സെക്രട്ടറി അഷ്കർ കണ്ണാടിപ്പറമ്പ, ജാബിർ, നിസാം, നിഹാൽ ഇരിക്കൂർ എന്നിവരാണ് റിമാൻഡിലായിട്ടുള്ളത്. മലയാളം ന്യൂസ്, കണ്ണൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU ആക്രമിച്ചെന്നാരോപിച്ച് സംസ്ഥാനത്തെ വ്യാപക പ്രതിഷേധം. കോടിയേരിയിലെ പാറാൽ മണ്ഡലം കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. കണ്ണൂർ മാലൂരിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ അക്രമം. മാലൂർ പട്ടാരിയിലെ കോൺഗ്രസ് ഓഫീസായ രാജ്ഭവന്റെ ജനൽ ചില്ലുകൾ തകർത്തു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പുതുയുഗ യാത്രയുടെ ഫ്ലെക്സ് CPM പ്രവർത്തകർ ബോർഡ് നശിപ്പിച്ചതോടെ സ്ഥലത്ത് നഗരൂരിൽ CPM യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായി.
കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച 6 യൂത്ത് ലീഗ് നേതാക്കൾ റിമാൻഡിൽ. AKG ആശുപത്രിക്ക് സമീപം വെച്ച ഇന്നലെയായിരുന്നു സംഭവം. മന്ത്രിയുടെ കാറിന് മുന്നിലെ ഫ്ളാഗ് പോസ്റ്റ് നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK ഷിനാജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വീണ ജോർജിനെതിരായ KSU പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രിയാണ് ഇങ്ങോട്ട് ആക്രോശിച്ചതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കരിങ്കൊടി കാണിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ പോലീസ് വളഞ്ഞിട്ട് പിടിച്ചു. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരിൽ നിന്ന് കയ്യേറ്റം ഉണ്ടായിട്ടില്ല. വാസ്തവവിരുദ്ധമായ കാര്യം പറഞ്ഞ് അക്രമം അഴിച്ചുവിട്ടത് ആരോഗ്യമന്ത്രിയാണെന്നും വീണ ജോർജിൻ്റേത് അഭിനയമാണോ എന്ന് ജനം വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉരുൾ ദുരന്ത ബാധിതർക്കായുള്ള കോൺഗ്രസ് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിക്ക് ഇന്ന് കുന്നംപറ്റയിൽ തറക്കല്ലിടും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ശിലയിടുന്നത്. 6 മാസ കാലാവധിക്കുള്ളിൽ 1ാം ഘട്ട പദ്ധതി പൂർത്തിയാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ DCCയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മേപ്പാടി കുന്നംപറ്റയിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ് കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ നടക്കുക. 1100 സ്ക്വയർ ഫീറ്റ് വീടും 8 സെന്റ് സ്ഥലവുമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. സാങ്കേതികത്വത്തിന്റെയും നിബന്ധനകളുടെയും പേരിൽ സർക്കാർ ലിസ്റ്റിൽ ഇടം നേടാത്തവരും പാടികളിൽ കഴിഞ്ഞു വന്നിരുന്നവരും ഉൾപ്പെടെ ഈ ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളാവും. 5.5 ഏക്കറിൽ 60 വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഭവന പദ്ധതി നടപ്പിലാക്കാൻ വൈകി എന്ന ആരോപണം ഞങ്ങളത് ഗൗരവത്തോടൊന്നും കാണുന്നില്ല. അത് ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നു. സ്വാഭാവികമായും നിയമപ്രശ്നങ്ങളില്ലാത്ത ഭൂമി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം മാത്രമേ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടി വയനാട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് തിരിച്ച തുക ഉപയോഗിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച 100 വീടുകളും അർഹരായ ഗുണഭോക്താക്കൾക്ക് നൽകി. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങൾ വാങ്ങി. 1ാം ഘട്ടത്തിൽ 3 ഏക്കർ 24 സെന്റ്, 2ാം ഘട്ടത്തിൽ 2 ഏക്കർ 18 സെന്റ് സ്ഥലവുമാണ് കോൺഗ്രസിന്റെ കൈവശത്തിലുള്ളത്. മണ്ണ് പരിശോധന, നീരൊഴുക്ക് പരിശോധന, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ആധുനിക സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള ബൃഹത്തായ ഭവന പദ്ധതിയാണെന്ന് MLA T സിദ്ദിഖ് പറഞ്ഞു. ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ MP, പ്രിയങ്ക ഗാന്ധി MP, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. ദുരന്തത്തിൽ നഷ്ടമുണ്ടായ കെട്ടിട ഉടമകൾക്ക് ചടങ്ങിൽ 5 ലക്ഷം വീതം വിതരണം ചെയ്യും. ഭവന പദ്ധതിയുടെ 2ാം ഘട്ടത്തിനുള്ള സ്ഥലമേറ്റെടുപ്പും പുരോഗമിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. മലയാളം ന്യൂസ്, വയനാട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.